ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 9th ഹിന്ദി യൂണിറ്റ് 2ലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ഒരു കഹാനിയാണ്, അതായത് ഒരു സ്റ്റോറിയാണ്, ഒരു കഥയാണ്. കഥയുടെ പേരാണ് ഘർ. ഘർ എന്ന് വെച്ചാൽ വീട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പിക്ചർ കാണാം, പല്ലിയുടെ പിക്ചറുണ്ട്, ചിലന്തി വല കാണാം. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും, ഒരു വീട്, അതിൽ ചിലന്തി വലയും പല്ലിയെയും അതിനൊക്കെ കുറിച്ചാണ് ഈ ഒരു കഥ. കഥ എഴുതിയിരിക്കുന്നത് പ്രഭാത് ആണ്. ഓക്കെ, വായിച്ചു തുടങ്ങാം. കലി ജോ ഖിൽത്തി നഹി ആജ് ഖിലി ഖിലി സീ ഥി. കലി എന്നിവിടെ വിളിക്കുന്നത് ചിപ് കലിയെയാണ്. ഇവിടെ നോക്കുക, ചിപ് കലീനെയാണ് കലി എന്ന് ഷോർട്ടായിട്ട് വിളിക്കുന്നത്. ചിപ് കലി എന്ന് വെച്ചാൽ പല്ലി. ഓക്കെ, കലി ജോ ഖിൽത്തി നഹി, ഒരിക്കലും സന്തോഷത്തിലിരിക്കാത്ത ചിപ് കലി ആജ് ഖിലി ഖിലി സീ ഥി, ഇന്ന് വളരെ സന്തുഷ്ടയായിരുന്നു. ഒരിക്കലും സന്തോഷത്തോടെ ഇല്ലാത്ത ആ പല്ലി ഇന്ന് വളരെ സന്തോഷത്തിലായിരുന്നു. गिरगिट ने उसे सड़क पार कर आते देखा तो मुस्कुराया. ഹലോ, ഗിർഗിട്ട് ഓന്ത്, സടക് പാർ കർ എന്ന് വെച്ചാൽ റോഡ് കടന്ന് വരുന്ന ഈ പല്ലിയെ കണ്ടിട്ട് ചിരിച്ചു. മുസ്കുരായ, ഹലോ. ഹലോ ചിപ്കലീനെ കഹ, അപ്പം നമ്മുടെ പല്ലിയും തിരിച്ചു പറഞ്ഞു ഹലോ. തും യഹാ, നീ ഇവിടെയോ? ഗിർഗിട്ട് കാ ഗലാ ഫൂൽക്കർ പിച്ക. അപ്പോൾ നമ്മുടെ ഊന്തിൻ്റെ തൊണ്ട ആദ്യം ഒന്ന് വീർത്തു, പിന്നെ അത് പിച്ക എന്ന് വെച്ചാൽ ചുരുങ്ങി. ഫൂൽന എന്ന് വെച്ചാൽ വീർക്കുക, പിച്ക എന്ന് വെച്ചാൽ ചുരുങ്ങുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓന്ത് ചോദിക്കുകയാണ്, നീ എവിടെയോ? തും യഹാ സെ ക്യാ മത്ലബ് തുമ്ഹാരാ? തും യഹാ സെ ക്യാ മത്ലബ് ഹേ തുമ്ഹാരാ? അതിൻ്റെ അർത്ഥം എന്താണ്? നീ എവിടെയോ എന്ന ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണ്? നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? ചിപ്കലി ബോലി, നമ്മുടെ പല്ലി ചോദിച്ചു. ദീവാർ पर रहने वाली को सड़क पर देखकर इतना तो पूछा ही जा सकता है. ദീവാർ पर, ചുമരിൽ ജീവിക്കുന്ന ആളെ റോട്ടിൽ കണ്ടു കഴിഞ്ഞാൽ ഇത്രയെങ്കിലും ചോദിക്കാൻ പറ്റുമല്ലോ. ഗിർഗിറ്റിനെ റംഗ് ബദൽത്തെ ഹുവേ കഹ, ഓന്ത് നിറം മാറിക്കൊണ്ട് പറഞ്ഞു. അതായത് ചുമരിൽ ജീവിക്കുന്ന നിന്നെ ഞാൻ റോഡിൽ കണ്ടതുകൊണ്ട് ചോദിച്ചു എന്നേ ഉള്ളൂ. മേ ആജ് ഘർ ബദൽ രഹി ഹൂ, ഞാനിന്ന് വീട് മാറുകയാണ്. ചിപ്കലീനെ മുസ്കുരാത്തെ ഹുവേ കഹ, പല്ലി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. തും ശ്രീമാൻ ഫർഹാദ് കോ തോ ജറൂർ ജാൻതേ ഹോഗെ. നീ ശ്രീമാൻ ഫർഹാദിനെ ഉറപ്പായിട്ടും അറിയുന്നുണ്ടാവുമല്ലോ. ഹാ ഹാ, പെഹ്ലെ ജബ് ഭി ഹം മിലേ ഹൈ തുമ്നെ ഉസ്കാ സിക്ർ കിയാ ഹൈ. ഹാ ഹാ, പണ്ട് നമ്മൾ കണ്ടുമുട്ടിയിരുന്നപ്പോഴൊക്കെ നീ അയാളെക്കുറിച്ച് പറയാറുണ്ടായിരുന്നു. ക്യാ ഹുവാ ഉൻഹെ, അയാൾക്ക് എന്തു പറ്റി? ഗിർഗിറ്റിനെ ഗിർഗിട്ടി ആവാസ് മേ കഹ, ഓന്ത് ഓന്തിൻ്റെ ശബ്ദത്തിൽ പറഞ്ഞു. ഗിർഗിട്ടി ആവാസ് എന്ന് വെച്ചാൽ ഓന്തിൻ്റെ ശബ്ദം. ഹുവാ കുച്ച് നഹി ബുദ്ധു, വേ ജിസ് കിറായി കെ കമറേ മേ രഹത്തെ ഥേ അബ് നഹി രഹത്തെ. ഒന്നും സംഭവിച്ചിട്ടില്ല ബുദ്ധു. ഹുവ കുച്ച് നഹി ബുദ്ധു, ഒന്നും സംഭവിച്ചിട്ടില്ല മണ്ട. വേ ജിസ് കിറായി കെ കമറേ മേ രഹത്തെ തെ, ഇയാൾ താമസിച്ചു കൊണ്ടിരുന്ന വാടകമുറി അബ് നഹി രഹത്തെ, ഇപ്പം അവിടെ താമസിക്കുന്നില്ല. ഇയാൾ പണ്ടൊരു വാടകമുറിയിലായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്, ഇപ്പം അവിടെ താമസിക്കുന്നില്ല. ഉൻഹോനെ അപ്ന നയാ ഘർ ബനാലിയ, അയാൾ അയാളുടേതായ പുതിയ വീട് ഉണ്ടാക്കിയിരിക്കുകയാണ്. ചിപ്കലീനെ കഹ, പല്ലി പറഞ്ഞു. തോ തുംഹേ ഇസേ ക്യാ, ഗിർഗിറ്റ് ഗിർഗിട്ടിയായ, അതിന് നിനക്കെന്താ? ഓന്ത് ഗിർഗിട്ടിയായ എന്ന് വെച്ചാൽ ഓന്ത് പറഞ്ഞു. മേരാ ജീന ദൂഭർ ഹോ ഗയാ ഹൈ ഓർ തും കഹ രഹേ ഹോ തുംഹേ ഇസേ ക്യാ. എൻ്റെ ജീവിതം അസഹനീയമായിരിക്കുകയാണ്, പിന്നെ എന്നിട്ട് നീ പറയാണോ അതിന് നിനക്കെന്താന്ന്? തും കഭി രഹേ ഹോത്തെ ഉൻകെ സാത്ത് ഉസ് കിറായി കെ കമറേ മേ തോ കുച്ച് സമജ് പാത്തെ. നീ എന്തെങ്കിലും ഇയാളുടെ കൂടെ ആ വാടകമുറിയിൽ കഴിഞ്ഞിരുന്നെങ്കിൽ നിനക്കത് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. കിത്നി സലീക്കെ സേ രഹത്തെ ഥേ ഹം, സലീക്കെ എന്ന് വെച്ചാൽ അന്തസ്, എത്ര അന്തസ്സോടെയാണ് നമ്മൾ ജീവിച്ചിരുന്നത്. ഉൻകെ പാസ് കിതാബോं की बड़ी बड़ी अलमारियां थी, അയാളുടെ കയ്യിൽ പുസ്തകങ്ങളുടെ വലിയ വലിയ അലമാരകളുണ്ടായിരുന്നു. വേ കിതാബോं के ആകെ രഹത്തെ थे, അയാൾ പുസ്തകങ്ങളുടെ മുന്നിലായിട്ട് ജീവിച്ചു. മേ കിതാബോं के पीछे, ഞാൻ പുസ്തകങ്ങളുടെ പുറകിലായിട്ട്. മേ കിത്നി ഹി ബാർ ഉൻസെ കപ്പടോं की गली में मिली, ഞാൻ എത്ര തവണ അയാളെ
തുണികൾക്കിടയിൽ കണ്ടുമുട്ടി. ബർത്തനോ കി ഗലി മേ മിലി, പാത്രത്തിൻ്റെ വഴിയിൽ, അതായത് പാത്രത്തിൻ്റെ അവിടെ കണ്ടുമുട്ടി. ദരാജ് മാർക്കറ്റ് മേ മിലി, മാർക്കറ്റിൽ വെച്ച് കണ്ടുമുട്ടി. ഡസ്റ്റ്ബിൻ മേ മിലി, ഡസ്റ്റ്ബിന്നിൽ വെച്ച് കണ്ടുമുട്ടി. ജാഡു കെ നീച്ചെ മിലി, ചൂലിൻ്റെ താഴെ വരെ കണ്ടുമുട്ടി. ഹമേഷ മുസ്കുരായി, എപ്പോഴും ചിരിക്കുമായിരുന്നു. मेरा तजुर्बा कहता है कि छिपकलियों के पीछे झाड़ू लेकर पड़े रहने वालों में से वो नहीं है. എൻ്റെ അനുഭവം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പല്ലികളുടെ ബാക്കിൽ, പല്ലികളുടെ പിറകെ ചൂലെടുത്ത് അതിനെ കൊല്ലാൻ വേണ്ടി നടക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളല്ല ഇയാൾ. ആര്? ശ്രീമാൻ ഫർഹാദ്. ഹോത്തെ ഹൈ കുച്ച് ലോഗ്, ഗിർഗിറ്റിനെ ഉബാസി ലേത്തെ ഹുവേ കഹ. അങ്ങനെയുണ്ട് കുറച്ച് ആൾക്കാർ. നമ്മുടെ ഓന്ത് കൂട്ടുവായിട്ടുകൊണ്ട് പറയുകയാണ്. ഉബാസി എന്ന് വെച്ചാൽ കൂട്ടുവായിടുക. ഉൻസെ പെഹ്ലെ मैं ശ്രീമതി ശാന്തി ദാസ് के साथ कुछ दिन रही थी. ഈ ശ്രീമാൻ ഫർഹാദിൻ്റെ കൂടെ താമസിക്കുന്നതിന് മുമ്പ് ഞാൻ ശ്രീമതി ശാന്തിദാസിൻ്റെ കൂടെ കുറച്ച് ദിവസം താമസിച്ചിട്ടുണ്ടായിരുന്നു. പൂരി അശാന്തിദാസ് थी वे, അവർ വെറും അശാന്തിദാസായിരുന്നു. മുझे देखते ही चिल्लाती थी, ഓയ്, എന്നെ കാണുമ്പോൾ തന്നെ അലറാൻ തുടങ്ങും, ഉയിന്ന്. ഗിഗ്ഗി ബൻജാത്തി തീ ഉൻകി, അവരുടെ ഗിഗ്ഗി ബൻജാന എന്ന് വെച്ചാൽ വായിന്ന് ശബ്ദം വരുന്നത് നിന്ന് പോവായിരുന്നു അവരുടെ. കെഹത്തി ഥി സുശാന്തോ ജൽദി ആവോ ഇസേ ഭഗാവോ, സുശാന്തോ വേഗം വന്ന് ഇതിനെ ഓടിക്കുകയെന്ന് പറയുമായിരുന്നു. സുശാന്തോ ഒരു ആളാണ് അവരുടെ വീട്ടിൽ. മേ ഉൻകെ സാത്ത് ഏക് സപ്താഹ് നഹി ടിക് സക്കി, ഞാൻ അവരുടെ കൂടെ ഒരാഴ്ച പോലും എനിക്ക് കടന്നു പോകാൻ പറ്റിയില്ല, എനിക്ക് താമസിക്കാൻ പറ്റിയില്ല. पर कहते हैं ना, जो वास्तव में भला होता है उसे भले लोग ज़रूर मिलते हैं. പക്ഷേ ഈ പറയാറില്ല, ഈ നല്ല ആൾക്കാർ എപ്പോഴും നല്ല ആൾക്കാരെ കണ്ടുമുട്ടുമെന്ന്. ഫൽസ്വരൂപ് മേരി ജിന്ദഗി മേ ശ്രീമാൻ ഫർഹാദ് ആഹി ഗയെ, അതിൻ്റെ ഫലമായിട്ട് എൻ്റെ ജീവിതത്തിൽ ശ്രീമാൻ ഫർഹാദ് വന്നു. പല്ലി പറയാണ്, ഞാൻ നല്ല ആളാണ്, അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നല്ലവനായ ശ്രീമാൻ ഫർഹാദ് വന്നു ചേർന്നു. कहते हुए छिपकली के चेहरे पर वैसी ही असीम शांति थी जैसी संगमरमर की मूर्तियों में होती थी. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പല്ലിയുടെ മുഖത്ത് ഒരു പ്രത്യേക ശാന്തി കാണാൻ പറ്റുമായിരുന്നു. എങ്ങനത്തെ ശാന്തി? നമ്മൾ സംഗ്മർമർ എന്ന് വെച്ചാൽ മാർബിൾസൊക്കെ കൊണ്ടുണ്ടാക്കിയ മൂർത്തികൾ നോക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക തരം ശാന്തി അനുഭവപ്പെടും. അതുപോലൊരു ശാന്തി നമ്മുടെ പല്ലിയുടെ മുഖത്ത് കാണാൻ പറ്റുമായിരുന്നു. അതായത് നമ്മുടെ പല്ലി അത്രയും ഹാപ്പിയാണ് മിസ്റ്റർ ഫർഹാദിൻ്റെ കൂടെ. ഓ ചിപ്പു, मैं तुम्हारा दर्द समझ सकता हूँ. ഓ ചിപ്പു, അപ്പോൾ നമ്മുടെ ചിപ്കലീനെ വീണ്ടും ഒരു ചെല്ലപ്പേരിട്ട് വിളിക്കുകയാണ് ചിപ്പൂന്ന്. എനിക്ക് നിൻ്റെ വിഷമം മനസ്സിലാവും. കിത്നി ദഫാ മേ ഖുദ് ऐसे അനുഭവ് സേ ഗുസ്രാ ഹൂ, എത്ര തവണ ഞാൻ ഇതേപോലത്തെ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഗിർഗിറ്റിനെ കഹ, ഓന്ത് പറഞ്ഞു. सो अब मेरा इरादा श्रीमान फरहाद के घर में ही बचा कुचा जीवन गुजारने का है. അതുകൊണ്ട് എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ശ്രീമാൻ ഫർഹാദിൻ്റെ വീട്ടിൽ ബാക്കിയുള്ള ജീവിതം എങ്ങനെയെങ്കിലും ജീവിച്ചു തീർക്കുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ആഗ്രഹം. ചിപ്കലീനെ ഏക് ഹി വാക്യമേ ബാത്ചീത് സമാപ്ത് കർത്തേ ഹുവേ കഹ. അപ്പോൾ ഈ സംഭാഷണം അവസാനിപ്പിക്കുന്ന രീതിയിൽ ഈ ഒരു വാക്കിൽ അങ്ങ് പറഞ്ഞു നിർത്തി നമ്മുടെ പല്ലി. വിചാർ അച്ഛാ ഹെ, ഗിർഗിറ്റ് ബോല. അപ്പം നല്ലൊരു വിചാരമാണ്, നല്ലൊരു ചിന്തയാണെന്ന് നമ്മുടെ ഗിർഗിറ്റ് പറയും, ഓന്ത് പറയും. അച്ഛാ ഹേ നാ, നല്ലതല്ലേ. വക്ത് മിലി തോ ആനാ കഭി, അപ്പോൾ നല്ലതാണല്ലേ എൻ്റെ വിചാരം അല്ലെങ്കിൽ എൻ്റെ ചിന്ത. വക്ത് മിലി തോ, സമയം കിട്ടിയ വരണം. ആനാ കഭി, എപ്പോഴെങ്കിലും വരണം. കഹത്തെ ഹുയെ ചിപ്കലി ആകെ ബഡ് ഗയി, അത് പറഞ്ഞുകൊണ്ട് നമ്മുടെ പല്ലി മുന്നോട്ട് നീങ്ങി. ജറൂർ ജറൂർ മുझे തുംസെ മിൽനെ ആന അച്ഛാ ഹി ലഗേഗ, ഉറപ്പായിട്ടും എനിക്ക് നിന്നെ കാണാൻ വരുന്നത് നല്ലതായിട്ടേ തോന്നുള്ളൂ, എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ കാണാൻ വരുന്നതിൽ. ഹാത്ത് ഹിലാത്തെ ഹുയെ ഗിർഗിറ്റ് ചിപ്കലി കോ ജാത്തെ ദേഖ്ത രഹ. അപ്പം ഹാത്ത് ഹിലാനെന്ന് വെച്ചാൽ കൈ ഇങ്ങനെ പൊക്കി ടാറ്റ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഓന്ത് പല്ലി പോകുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. चिपकली नीम सराय के मकान नंबर 205 के गेट पर पहुंची. പല്ലി നീം സറായ് കെ മക്കാൻ, നീം എന്ന് വെച്ചാൽ നമ്മുടെ നീമിൻ്റെ പേടില്ലേ, അപ്പം നീം സറായ് കെ മക്കാൻ. അപ്പോൾ ആ ഒരു ഭാഗത്ത് ബിൽഡിംഗ്, മക്കാൻ എന്ന് വെച്ചാൽ ബിൽഡിംഗ്,
അപ്പോൾ ബിൽഡിങ്ങിൽ 205 ഗേറ്റിൻ്റെ അവിടെ എത്തി, അതായത് നമ്മുടെ ശ്രീമാൻ ഫർഹാത്തിൻ്റെ വീട്ടിൻ്റെ അവിടെ എത്തി. ദീവാർ പർ ചढ़ी, നേരെ ചുമരിലോട്ട് കയറി. സുനോ, കേൾക്ക്. छिपकली ने चारों ओर नज़र घुमाकर देखा कि आवाज़ किधर से आई. പല്ലി 4 ചുറ്റും കണ്ണിങ്ങനെ ഉരട്ടി നോക്കി, എവിടെ നിന്നാണ് ശബ്ദം വരുന്നത്. അരേ ഓർ ഊപ്പർ ഇധർ കോനേമേ, അരേ ഇനിയും മുകളിൽ, ഇങ്ങ് മൂലയ്ക്കെന്ന് പറയും. ആര്? छिपकली കോനേമേ ദേഖ്തേ ഹുവേ കഹ. छिपकली കോർണറിലോട്ട്, മൂലയിലോട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു. मैं तो सोचती थी नए घर में मैं ही सबसे पहले पहुंच रही हूँ, तुम कब पहुंची. ഞാൻ വിചാരിക്കുകയാണ് പുതിയ വീട്ടിൽ ഞാനാണ് ആദ്യം എത്തിയതെന്ന്, നീ എപ്പോഴെത്തിയെന്ന് ചോദിക്കും. मैंने कल ही शिफ्ट किया है, ഞാൻ ഇന്നലെ ഷിഫ്റ്റ് ചെയ്തു, ഞാൻ ഇന്നലെ ഇങ്ങോട്ട് മാറി. മക്കടീനെ കഹ, മക്കടി ആരാണ്? ചിലന്തി. ചിലന്തി പറഞ്ഞു ഞാൻ ഇന്നലെ ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞു. तो और कौन कौन है यहाँ. ഓ, അങ്ങനെയാണെങ്കിൽ പിന്നെ വേറെ ആരൊക്കെയാണുള്ളത് ഇവിടെ? छिपकली പൂച്ച, പല്ലി ചോദിച്ചു. 10-15 मक्खियाँ और 100 के आसपास मच्छर, मकड़ी ने बताया. അപ്പോൾ ഒരു 10-15 മഖിയാം ഈച്ചകളും 100 के आसपास मच्छर, 100-നോടടുത്ത് കൊതുകുണ്ട്. മക്കടീനെ ബത്തായ, ചിലന്തി പറഞ്ഞു. ഹായ്, छिपकली ने मक्खी मच्छरों की और हाथ हिलाते हुए कहा. അപ്പോൾ छिपकली ഇഷ്ടമില്ലാണ്ട് ഹായ് എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക, കൈ ഇങ്ങനെ ആട്ടില്ലേ നമ്മൾ ഈച്ചയും കൊതുകൊക്കെ വരുമ്പോൾ, അതുപോലെ കൈ ഇങ്ങനെ ആട്ടിക്കൊണ്ട് പറഞ്ഞു. हाँ हूँ ही मक्खी मच्छरों ने कुछ घबराई सी हंसी हंसते हुए जवाब दिया. അപ്പം നമ്മുടെ ഈച്ചകളും കൊതുകുകളും ഇങ്ങനൊരു പേടിപ്പെടുത്തുന്ന ഒരു ചിരിയില്ല, ഇങ്ങനെ അട്ടഹാസം പോലത്തെ ചിരിയില്ല, ഹാ ഹൂ ഹീ ഹീ എന്ന് പറഞ്ഞിട്ട് ഉത്തരം കൊടുത്തു. അവർ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. പക്ഷെ നമ്മുടെ ചിപ്പക്കലി ഇങ്ങനെ ഹായ് എന്ന് പറഞ്ഞിട്ട് കൈ കൊണ്ട് ആട്ടിയത് നമ്മുടെ ഈച്ചയ്ക്കും കൊതുകിനൊന്നും പിടിച്ചില്ല. और वही मुहावरा दोहराया जो इंसानों में खासा प्रचलित है. അപ്പം മുഹാവര എന്ന് വെച്ചാൽ പഴഞ്ചൊല്ല്. അപ്പോൾ ഈ മനുഷ്യന്മാരുടെ ഇടയിൽ വളരെ പോപ്പുലറായിട്ടുള്ള അറിയപ്പെടുന്ന ഒരു പഴഞ്ചൊല്ല് നമ്മുടെ പല്ലി പറയും. ഹം ജഹാൻ ജാനാ ചാഹത്തെ ഹെ ഹമാരി ബദ്കിസ്മത്തി ഹംസെ പെഹലെ വഹാം പഹുഞ്ച് ജാത്തെ ഹെ. ഞാൻ എവിടെ പോകാൻ ആഗ്രഹിക്കുന്നോ അതിനു മുമ്പ് എൻ്റെ ബദ്കിസ്മത്തി, എൻ്റെ മോശം തലവര അവിടെ എത്തിച്ചേരും. ഓക്കെ, അതായത് എൻ്റെ നിർഭാഗ്യം അവിടെ എത്തിച്ചേരും ഞാൻ എത്തുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്ന പല്ലി, ഞാൻ എത്തുന്നതിന് മുമ്പ് ഈ കൊതുകും ഈച്ചയും അതിനെയൊക്കെ ഇങ്ങനെ മോശം നിർഭാഗ്യമായിട്ടാണ് നമ്മുടെ പല്ലി കാണുന്നത്. അവരിവിടെ എത്തിച്ചേർന്നു, അവരെ ഉദ്ദേശിച്ചാണ് ഈ പറയുന്നത്. छिपकली ने जाने कैसे सुन लिया, मच्छरों को सुनाते हुए. ഓക്കെ സോറി, പറഞ്ഞത് തെറ്റിപ്പോയി. നമ്മുടെ പല്ലിയല്ല ഇത് പറയുന്നത്. ഈ ഈച്ചയും കൊതുകുമാണ് പറയുന്നത്. ഞാൻ എവിടെ പോകുന്നോ അതിനു മുമ്പ് എൻ്റെ നിർഭാഗ്യം അവിടെ എത്തിച്ചേരും. അപ്പം छिपकली जाने कैसे सुन लिया, ഇത് छिपकली കേട്ടുപോയി. മച്ചറോं को सुनाते हुए मकड़ी से कहने लगा. അപ്പം നമ്മുടെ കൊതുക് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിൽ ചിലന്തിനെ നോക്കി പറയും. कुछ लोग खुद तो लोगों का खून ही पिए और दूसरों से चाहे कि वे शाकाहारी रहे. वाह रे ज़माने. അപ്പം എന്താ പറയുക, ചില ആൾക്കാർ സ്വയം ബാക്കിയുള്ളവരുടെ രക്തം കുടിച്ചിട്ടാണ് ജീവിക്കുന്നത്. എന്നിട്ട് അവർക്കെന്താ വേണ്ടതെന്ന് വെച്ചാൽ മറ്റുള്ളവർ വെജിറ്റേറിയനായിട്ട്, ശാകാഹാരിയായിട്ട്, സസ്യാഹാരം മാത്രം കഴിക്കുന്നവരായിട്ട് ജീവിക്കണം എന്ന്. എന്തൊരു കാലമാണിതെന്ന് പറയും. ബാഹ്രേ സമാനി, വല്ലാത്തൊരിത് തന്നെ എന്ന് പറയും. नए मकान की नई सफ़ेद जग दीवार में पुताई की पपड़ी में से सिर निकालते हुए काली चींटी ने कहा. അപ്പോൾ പുതിയ ബിൽഡിങ്ങിൻ്റെ, പുതിയ കെട്ടിടത്തിൻ്റെ പുതിയ എന്താ പറയുക, നമ്മുടെ പുതിയ കുമ്മായും സിമെൻറ്റൊക്കെ തേച്ച പുതിയ വെള്ള കളറ് ചുമരുണ്ട്. പുതായിക്ക് പപ്പടി മീസി. അപ്പോൾ ഈ പപ്പടി എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മുടെ ചുമരിൽ നിന്നൊരു വെള്ളക്കട്ട പോലെ ഇളകി വരില്ലേ, അതിൻ്റെ ഇടയിലേക്ക് കൂടെ തല പുറത്തിട്ടിട്ട് ആര് പുറത്തു വന്നു, ഒരു കറുത്തുറുമ്പ് വന്നു. കാലി ചീട്ടി. आप लोग इतनी तेज़ आवाज़ में बात कर रहे हो कि मेरे बच्चे सोने के बजाय करवट बदल रहे हैं. അപ്പോൾ നിങ്ങൾ ഇത്ര ശബ്ദത്തിലാണ് സംസാരിക്കുന്നത്, എൻ്റെ കുട്ടികൾ ഉറങ്ങുന്നതിന് പകരം ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും തലവെച്ച് കളിക്കുകയാണെന്ന്. നിങ്ങളുടെ ശബ്ദം കാരണം എൻ്റെ കുട്ടികൾക്ക് ഉറക്കാൻ പറ്റുന്നില്ല എന്ന് ആര് പറയും? നമ്മുടെ കറുത്ത ഉറുമ്പ് പറയും. ഓഹ് മാഫ് കരണ, ഓ സോറി, ക്ഷമിക്കണം. छिपकली ने मकड़ी की तरफ सवालिया आंखों से देखते हुए कहा. അപ്പോൾ നമ്മുടെ പല്ലി ഇവരോട് പറയും ക്ഷമിക്കണം എന്ന്. പക്ഷേ ഒരു
എന്താ പറയുക, ഇങ്ങനെ ക്വസ്റ്റ്യനബിൾ എന്ന് പറയില്ലേ, നമ്മൾ ഒരു ചോദ്യഭാവത്തിൽ നമ്മുടെ ചിലന്തിയെ നോക്കിക്കൊണ്ട് നമ്മുടെ പല്ലി പറയും, എന്തുകൊണ്ടാവാം, ഇതാരാണെന്നായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക അല്ലേ. പതാ നഹി കബ് സേ രഹ രഹി ഹൈ, मैं भी पहली बार देख रही हूँ, मकड़ी ने फुसफुसाते हुए कहा. അപ്പോൾ മക്കടി ഇങ്ങനെ ചെറിയ ഫുസ്ഫുസാനാന്ന് വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കുക. ഓക്കെ, അറിയില്ല എപ്പോൾ തൊട്ടാ ജീവിക്കുന്നത്, അങ്ങനെ സംസാരിക്കില്ല. അതിനാണ് ഫുസ്ഫുസാന പറയുക. നമ്മളിങ്ങനെ ആരും കേൾക്കാണ്ടിരിക്കാൻ വേണ്ടി ചെറിയ ശബ്ദത്തിൽ പറയില്ല. പത്താ നഹി കബ് സേ രഹ രഹി ഹൈ, എപ്പോൾ തൊട്ട് ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല, ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ചോദ്യഭാവത്തിൽ നോക്കാൻ കാരണം കട്ടുറുമ്പിനെ ഇവിടെ അല്ല, നമ്മുടെ കറുത്തുറുമ്പിനെ ഇവിടെ ഒന്നും കണ്ട് പരിചയമില്ല. അപ്പോൾ അതാണ് നമ്മൾ പരിചയമുള്ള രണ്ടാൾക്കാർ നിൽക്കുമ്പോൾ പുതിയൊരാൾ വരുമ്പോൾ നമ്മളിങ്ങനെ നോക്കില്ലേ, ഇതാരാണ്. അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പാണ് നമ്മുടെ പല്ലിയും ചിലന്തിയും തമ്മിലുള്ളത്. ഓക്കെ, चाय तैयार है और मैं पड़ोसी होने के नाते पहली मुलाकात के मौके पर आप दोनों को एक साथ बुला रही हूँ, തത്തയ്യ बोली. ഓക്കെ, ഇനി തത്തയ്യ ആരാണ്? തത്തയ്യ എന്ന് വെച്ചാൽ കടന്നൽ എവിടുന്നോ കയറി വന്നിട്ട് പറയും, ചായ റെഡി. ഞാൻ നിങ്ങളുടെ പടൂസി എന്ന് വെച്ചാൽ അയൽവാസി ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു കണ്ടുമുട്ടലിൽ എനിക്ക് ആ ഒരു ചാൻസ് കിട്ടിയതുകൊണ്ട് ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് എൻ്റെ വീട്ടിലോട്ട് ചായ കുടിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണെന്ന് പറയും. ആര്? കടന്നൽ പറയും. मकड़ी और छिपकली को खिड़की के पर्दे के पीछे ततैया के यहाँ आकर अच्छा ही लगा. അപ്പോൾ നമ്മുടെ ചിലന്തിയും പല്ലിയും കിടക്കിക്ക് പർദയ്ക്ക് പീച്ചെ എന്ന് വെച്ചാൽ വിൻഡോ, ജനലിൻ്റെ കേർട്ടൻ്റെ ബാക്കിലുള്ള കർട്ടൻ ഇടില്ലേ നമ്മൾ, അതിൻ്റെ ബാക്കിലാണ് നമ്മുടെ കടന്നലിൻ്റെ വീട്. കടന്നലിൻ്റെ വീട്ടിൽ പോയിട്ട് സന്തോഷമായി. ഓർ കോൺ കോൺ ഹേ യഹാ, ചിപ്കലി ബോലി. ഇവിടെ വേറെ ആരൊക്കെയുണ്ട്? നമ്മുടെ പല്ലി ചോദിക്കും. ज़्यादातर से तुम मिल ही चुकी हो, മിക്ക ആൾക്കാരെയും നീ കണ്ടുമുട്ടി. എനിക്ക് അലാവ ഏക് തോ ചൂഹ ഹെ, ഇവരെ കൂടാതെ വേറെ ഒരു എലിയുണ്ട്. ലേക്കിൻ വോ പൂരേ സമയം നഹി രഹത്താ ഹെ, പക്ഷേ അയാൾ മുഴുവൻ സമയം ഇവിടെ നിൽക്കില്ല. ആത്താ ജാത്താ രഹത്താ ഹെ, വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. കബി കബി ഏക് ദോ യാ തീൻ ദിൻ കെ ലിയെ ഗായബ് ഹി ഹോ ജാത്താ ഹെ, ചിലപ്പോഴൊക്കെ 1, 2 ചിലപ്പോൾ 3 ദിവസത്തോളം കാണാണ്ടാവും ഇയാൾ, മുങ്ങിക്കളയും ഇവിടത്തേക്കും. ക്യാ കാം കർത്താ ഹെ വോ, അയാൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? സുനാ ഹെ പത്രക്കാർ ഹെ, കേട്ടിട്ടുള്ളത് അയാളെന്തോ പത്രകാരാണ്, ന്യൂസ് റിപ്പോർട്ടർ പോലത്തെ ന്യൂസ് പേപ്പറൊക്കെ എഴുതുന്ന ഒരു ആളാണ്. ഓക്കെ, തഭി, അതുകൊണ്ടാണ് ഇവിടെ അധികം നിൽക്കാത്തത്, പണി ഉണ്ടാവില്ലേ എന്ന് പറയും. ഉസ്കെ അലാവ കോയി ഓർ, അയാൾ കൂടാതെ വേറെ ആരാ ഉള്ളത്? നഹി ഓർ കോയി ഭി നഹി ഹെ, ഇല്ല വേറെ ആരുമില്ല. ചിടിയ ഭി ആത്തി ഹെ വൈസെ ദിൻ മേ ലേക്കിൻ ഷാം കോ ചലി ജാത്തി ഹെ, പക്ഷികൾ വരും രാവിലത്തെ സമയത്ത്, പക്ഷെ വൈകുന്നേരം ആകുമ്പോൾ പോവും. ഏക് ഗിൽഹരി ഹെ, ഒരു അണ്ണാനുണ്ട്. വോ ബാഹർ രഹത്തി ഹെ, പക്ഷെ പുറത്താണ് താമസിക്കുന്നത്. അന്തർ രഹനെ വാലെ കേവൽ ഹം ഹി ഹെ, അകത്ത് താമസിക്കുന്നത് നമ്മൾ ആൾക്കാർ മാത്രമേ ഉള്ളൂ, ഇപ്പോൾ കണ്ട ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഓർ ശ്രീമാൻ ഫർഹാദ്, അപ്പോൾ ശ്രീമാൻ ഫർഹാദോ, അയാളകത്തല്ലേ താമസിക്കുന്നത്. छिपकली തത്തയ്യ और മക്കടി दोनों की ओर देखते हुए पूछा, നമ്മുടെ പല്ലി കടന്നലിൻ്റെയും ചിലന്തയുടെ നേരെ നോക്കിക്കൊണ്ട് ചോദിക്കും, അപ്പം ശ്രീമാൻ ഫർഹാദ് എവിടെ താമസിക്കുന്നത്? क्या तुम उनकी बात कर रही हो जो शरीर पर से एक तरह के कपड़े उतार कर दूसरी तरह के कपड़े पहनते रहते हैं. നീ പറയുന്നതാ മറ്റേ എപ്പോഴും ബോഡിയിൽ നിന്ന്, ശരീരത്തിൽ നിന്ന് ഒരു കുപ്പായം ഊരിയിട്ട് വേറെ കുപ്പായിട്ട് നടക്കുന്ന ആളെക്കുറിച്ചാണോ പറയുന്നത് എന്ന് ചോദിക്കും. पर वो तो केवल रात में रहने के लिए यहाँ आते हैं, പക്ഷേ അയാൾ വെറും രാത്രി മാത്രമേ ഇവിടെ താമസിക്കാൻ വരത്തുള്ളൂ. उसमें भी ज़्यादातर समय सोए रहते हैं, അവ വന്നു കഴിഞ്ഞാലും മിക്കവാറും സമയം ഉറങ്ങുമായിരിക്കും. थोड़ी देर के लिए जागते हैं तो किताब उठाकर पढ़ने लग जाते हैं, കുറച്ച് നേരം മാത്രമേ ഉണർന്നിരിക്കുള്ളൂ, ആ സമയത്ത് പുസ്തകം എടുത്തിട്ട് വായിക്കാനിരിക്കും. സച്ച് പൂछो तो वे बहुत थोड़ी सी जगह लेते हैं इस मकान में, സത്യം പറഞ്ഞാൽ ഏറ്റവും കുറവ് സ്ഥലം എടുക്കുന്നത് ഈ ബിൽഡിങ്ങിൽ, ഈ കെട്ടിടത്തിൽ ഏറ്റവും കുറവ് സ്ഥലം എടുക്കുന്നത് ഇയാളാണ്. हमारी तरह दीवारों खिड़कियों या छत से उनका खास लेना देना नहीं है, നമ്മളെ പോലെ ചുമരിനോടോ ജനലിനോടോ റൂഫ്, അതായത് നമ്മുടെ ഛത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ മേൽഭാഗത്ത് കൂരയില്ല, അതിനോടോ ഇയാൾക്ക് വലിയ കാര്യമൊന്നുമില്ല, ഇയാൾ അതൊന്നും ഉപയോഗിക്കാറില്ല. തത്തയ്യാനെ കടന്നൽ പറയും.
खास क्या उनका तो कुछ भी खास क्या उनका तो कुछ भी ലേനാ ദീനാ നഹി ഹെ. കുറച്ചെന്ത് ഒട്ടും അയാൾക്കൊന്നും ചെയ്യാനില്ല ഈ ചുമരും ജനലൊക്കെ കൊണ്ട്. मकड़ी को बहुत कम समय में ही ये बात समझ आ गई थी, इसलिए जोर देकर बोले. നമ്മുടെ ചിലന്തിക്ക് ഇത് മുമ്പേ മനസ്സിലായിട്ടുണ്ടായിരിക്കും, ഇയാൾക്ക് ഇതിനെ കൊണ്ടൊന്നും വലിയ കാര്യമില്ല, ഇതൊന്നും നോക്കാറില്ല, അതുകൊണ്ട് ഒച്ചതിൽ വിളിച്ച് പറയും ഇയാൾക്ക് ഇതിനെ കൊണ്ടൊന്നും വലിയ കാര്യമില്ല എന്നേ. चाय के बाद अपने अपने ठिकानों की ओर रुख करने से पहले मकड़ी, छिपकली और ततैया ने एक दूसरे को अपने पते बताए. അപ്പോൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം തൻ്റെ ടിക്കാനു എന്ന് വെച്ചാൽ തൻ്റെ താമസ സ്ഥലത്തിന് നേരെ തിരിയുന്നതിന് മുമ്പ് എന്താണ് ഈ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും തൻ്റെ വീടിൻ്റെ അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുക്കും. ഞാൻ എവിടെയൊക്കെയാണ് താമസിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. देर रात श्रीमान फरहाद आए. अब रात रहे श्रीमान फरहाद वनु. उन्होंने 2 कमरे, किचन और ബറാംദെ വാലെ അപ്നെ നയെ മക്കാൻ മേ ഹർ ജഗഹ കി ലൈറ്റ് ജലായി. അപ്പോൾ അയാൾ തൻ്റെ പുതിയ വീടിൻ്റെ 2 മുറിയിലെയും കിച്ചണിലെയും വരാന്തയിലും ഒക്കെ ലൈറ്റ് ഓൺ ചെയ്തു. ഖാന ബനാക്കർ ഖായ, ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു. പാനി പിയ, വെള്ളം കുടിച്ചു. മച്ചർദാനി ലഗായി, കൊതുക് വലയിട്ടു. और लाइटें बुझाकर सो गए. ലൈറ്റ് ഓഫാക്കി കിടന്നുറങ്ങി. सोते ही उन्हें सपने आना शुरू हो जाता है. ഉറങ്ങിക്കിടന്നപ്പോൾ തന്നെ സ്വപ്നങ്ങൾ വരാൻ തുടങ്ങി. उनके सपने में चल रहा था कि बुखारी में रही पुरानी मटकी के पास छिपकली ने अंडे दिए हैं. അപ്പോൾ എന്താണ് സ്വപ്നം വരുന്നത്? അതായത് ഈ ബുഖാരി എന്ന് വെച്ചാൽ ഫയർ പ്ലേസ് ഇല്ലേ, നമ്മുടെ നെരിപ്പോട് തീയൊക്കെ കത്തിച്ച് വെക്കുന്ന സ്ഥലം, അടുപ്പൊക്കെ പോലെയുള്ളൊരു സ്ഥലത്ത് അവിടെ പഴയൊരു മട്ക്കി കുടത്തിൽ വെച്ചിരിക്കുന്ന വെള്ളത്തിൻ്റെ അവിടെ എന്താണ്, മട്ക്കി എന്ന് വെച്ചാൽ ചെറിയ മൺകുടമാണ് കേട്ടോ, അതിൻ്റെ അവിടെ എന്താണ് പല്ലി മുട്ടയിട്ട് വെച്ചേക്കുവാണെന്ന് സ്വപ്നം കാണും. कमरों के पीछे गैलरी के कोने में मकड़ी ने बहुत बड़ा जाला तैयार किया है, जिसमें कुछ मक्खियाँ सुखाई हुई है. മുറികളുടെ ബാക്കിലുള്ള ഗാലറിയുടെ മൂലയ്ക്ക് ചിലന്തി വലിയ വല കെട്ടി വെച്ചിരിക്കുകയാണ്. അതിലാണെങ്കിൽ കുറച്ച് ഈച്ചകളും കുടുങ്ങി ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. ഫർഹാദ് ഉസ് ജാലെ കാ ഫോട്ടോ ക്ലിക്ക് കർ രഹേ ഹെ. നമ്മുടെ ഫർഹാദ് ആണെങ്കിലോ ആ ചിലന്തി വലയിൽ ഈച്ചകൾ കുടുങ്ങിക്കിടക്കുന്നതിൻ്റെ ഒക്കെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വേ ബഹുത് ഖുഷ് ഹെ कि नए घर में उनका परिवार बढ़ रहा है और सभी खुश है. അപ്പോൾ ഇയാൾക്ക് ഭയങ്കര സന്തോഷമാണ്, എൻ്റെ പുതിയ വീട്ടിൽ എൻ്റെ കുടുംബം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഈ കുടുംബം? ഈ പല്ലിയും ചിലന്തിയൊക്കെയാണ് ഇയാളുടെ കുടുംബം. ഇയാൾ ഭയങ്കര ഹാപ്പിയായി. ഓക്കെ, എൻ്റെ പുതിയ വീട്ടിൽ എൻ്റെ കുടുംബം ഇങ്ങനെ വളർന്ന് പന്തലിച്ച് പോവുകയാണെന്ന്, എല്ലാവരും ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നതെന്ന് ഇയാൾക്ക് തോന്നി. വേ സപ്നെ ദേഖ്തേ ദേഖ്തേ ഹി ജാഗ് അപ്പോൾ ഇയാൾ സ്വപ്നം കണ്ട് തന്നെ അങ്ങ് എഴുന്നേക്കും. സുബഹ ജാഗെ, രാവിലെ എഴുന്നേറ്റു. പലങ് കെ നീച്ചെ രഖി ചപ്പലോ മേ പേർ ദിയെ തോ ഉൻഹെ ഗുദ്ഗുദി ഹുയി. അപ്പോൾ പലങ് എന്ന് വെച്ചാൽ കട്ടിലിന് താഴെ വെച്ചിരുന്ന ചെരുപ്പിലോട്ട് കാലെടുത്ത് വെച്ചപ്പോൾ അയാൾക്ക് എന്തോ ഇക്കിളിയായി. उन्होंने देखा कि 3 नन्ही मेंढकियाँ चप्पल पर एक दूसरे से सटी बैठी है. അപ്പോൾ 3 കുഞ്ഞി തവളകൾ ചെരുപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. ഉൻഹോനെ ചപ്പൽ കോ ആഹിസ്തേ സെ ഉഠായ. അയാൾ ചെരുപ്പിനെ മെല്ലെ എടുത്തു, പൊന്തിച്ചു. തീനോ മേണ്ടക്കിയോ കോ ദൂസരേ ഹാത്ത് കി ഹതേലി പർ ലേ ലിയ. 3 കുഞ്ഞി തവളകളെ തൻ്റെ കയ്യിലോട്ട് എടുത്തു. उनकी हथेली पर वह किसी 3 पंखुड़ियाँ वाले हरे फूल की तरह लग रही थी. അപ്പോൾ തൻ്റെ കൈകളിൽ ഇയാൾക്ക് എന്താണ് തോന്നുന്നത്? പൂവിൻ്റെ ഇതളുകൾ ഇരിക്കുന്ന പോലെയാണ്. പങ്കുടിയാം എന്ന് വെച്ചാൽ ഇതളുകൾ, പച്ച പൂവിൻ്റെ ഇതളുകൾ ഇരിക്കുന്ന പോലെയാണ് തോന്നുന്നുണ്ടായിരുന്നത്. വേ കുച്ച് ദേർ ഉൻഹെ ഹത്തേലി പർ ലിയെ ബാഹർ ഹവാമേ ടെഹൽനെ ലഗെ. ഈ 3 തവളക്കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പുറത്ത് നല്ല കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഉലാത്താൻ തുടങ്ങി, നടക്കാൻ തുടങ്ങി. वे तब तक टहलते रहे जब तक कि वे तीनों एक कर कूद न गई. അപ്പോൾ എത്ര നേരമാണ് ഇയാൾ നടന്നത്? ഈ ഓരോന്നായിട്ട് തുള്ളിപ്പോകുന്ന വരെ ഇയാൾ നടന്നു. ഇവരെ 3 പേരും കയ്യിൽ പിടിച്ചുകൊണ്ട് ഒന്ന് തുള്ളിപ്പോയി, രണ്ടാമത്തെ തുള്ളിപ്പോയി, മൂന്നാമത്തെ തുള്ളിപ്പോകുന്ന വരെ ഇയാൾ ഇങ്ങനെ പുറത്ത് കാറ്റും കൊണ്ട് നടന്നു. जब वे घर में खेलने लगे वे आईने के सामने खड़े होकर मुस्कुराने लगे. അപ്പോൾ ഈ 3 നമ്മുടെ തവളക്കുഞ്ഞുങ്ങളും തുള്ളിച്ചാടി കളിക്കാൻ തുടങ്ങി വീട്ടിനകത്ത്. എന്നിട്ട് ആയിന എന്ന് വെച്ചാൽ മിററിൻ്റെ മുമ്പിൽ പോയിട്ട്, കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് ചിരിക്കാൻ തുടങ്ങി. തഭി ഉനെ ആയിനമേ ചിപ്കലി ദിഖി. അപ്പോൾ
നമ്മുടെ ഈ സമയത്ത് കണ്ണാടിയിൽ ആരെയാണ് കാണുന്നത്? പല്ലീനെ കാണും. നയേ ഘർ മേ ഉൻ ദോനോ കാ യെ പെഹ്ലി മുലാഖാത്തി. അപ്പോൾ പുതിയ വീട്ടിൽ ഈ ശ്രീമാൻ ഫർഹാദിൻ്റെയും നമ്മുടെ പല്ലിയുടെയും ആദ്യത്തെ കണ്ടുമുട്ടലായിരുന്നു ഇത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. എല്ലാവർക്കും മനസ്സിലായി. ഭയങ്കര ഫണ്ണി ആയിട്ടുള്ളൊരു രസമുള്ളൊരു ചാപ്റ്റർ ആയിരുന്നു അല്ലേ? പൊതുവേ കേൾക്കാത്ത ടൈപ്പ് ഓഫ് ഒരു കഥയാണ്. വേർഡ് മീനിങ്സ് ഒന്നും ഞാൻ എടുത്ത് പറഞ്ഞിട്ടില്ല, കാരണം എല്ലാം ചാപ്റ്ററിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സ്റ്റോറി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.